ഗൈസ് ഏജ് അക്വാട്ടിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി മൊയിന ടാങ്ക് ക്ലീൻ ആക്കലാണ്. വലിയ വൃത്തികേടായില്ലെങ്കിലും അതിൻ്റെ അടിയിൽ നല്ല വേസ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല മണമെല്ലാം വരുന്നുണ്ട്. ഇതാണ് ഞാൻ കളക്ട് ചെയ്ത് വെച്ച മൊയിന റീകൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 പാത്രത്തിൽ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇതും എൻ്റെ അടുത്ത് വേറൊരു മൊയിന കൾച്ചർ ടാങ്കും കൂടി ഉണ്ടായിരുന്നാണ് എന്തൊക്കെ എടുത്തത്. ഫൈറ്റർ ബെറ്റ ഹാപ്പി ആയിരിക്കുന്നുണ്ട്. കണ്ടീഷനിങ്ങിലാണ് ആള്. ടൈലെല്ലാം മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. ട്രാൻസ്പെറൻറ്റ് ടൈലെല്ലാം മാറി വരുന്നുണ്ട്. ബ്രീഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും. കണ്ടീഷനിങ്ങിലാണ്. ഫ്രിഡ്ജ് ബോക്സിലെ മീൻ ഒഴിഞ്ഞാൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ബ്രീഡിങ് നടക്കുന്നതായിരിക്കും. വിത്തൗട്ട് ആർട്ടിമിയാണ് ചെയ്യുന്നത്. വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ ഈ ടാങ്കിൽ നിറച്ചും ബ്ലഡ് വേംസ് ഉണ്ട്. വെള്ളം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു ഹോസാണ് ഉപയോഗിക്കുന്നത്. ഇത് വാഷിംഗ് മെഷീൻ്റെ ഹോസാണ്. ഏത് ഹോസ് ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം നല്ല ചണ്ടിയുണ്ട്. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ ബ്ലഡ് വേംസിൻ്റെ കൂടുകളും കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും കുറച്ച് ഈസ്റ്റ് വെച്ച് കൊടുത്തേക്കാം. മൊയിന ഉണ്ടോ നോക്കാം. ഈസ്റ്റ് വെച്ച് കൊടുത്താൽ മൊയിന പൊന്തി വരുന്നതാണ്. വെള്ളം ക്ലിയർ ആണ് കേട്ടോ. എന്താണെന്നറിയില്ല, മൊയിനൊന്നും കാണില്ലെങ്കിലും മൊയിന ക്രാഷ് ആണെങ്കിലും വെള്ളം നല്ല ക്ലിയർ ആണ്. കാരണം അറിയുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ മഴക്കാലമൊക്കെ ആകുമ്പോൾ മൊയിനെല്ലാം അടിഭാഗത്തായിരിക്കും. കോരാനൊന്നും കഴിയില്ല. അപ്പം അങ്ങനെ വലിയ പാത്രത്തിൽ ചെയ്യുന്നതിന് പകരം ചെറിയ പാത്രങ്ങളിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം കൾച്ചർ ആവുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ നല്ലോണം ബ്ലഡ് വേംസ് ഉണ്ട്. സൂക്ഷിച്ച് നോക്കിയാണ് നല്ല ബ്ലഡ് വേംസ് ഉണ്ട്. ഇതായിരുന്നു കുറച്ച് കളക്ട് ചെയ്ത് വെറും 4 മാത്രം കളക്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് നോക്കി കാണാം. അത്യാവശ്യം സൈസായ ബ്ലഡ് വേംസ് തന്നെയാണ് ഉള്ളത്. വെറ്റക്കൊക്കെ ബ്ലഡ് വേംസ് കൊടുക്കുമ്പോൾ ടെയിലെല്ലാം വിരിഞ്ഞ് വരുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഏഞ്ചൽസിനൊക്കെ നല്ല ഫുഡാണ്. ബ്ലഡ് വേംസ് ഏകദേശം എല്ലാ ഫിഷുകളും തിന്നുന്നതാണ്. വെറ്റൻ്റെ വാട്ടർ ചേഞ്ച് ആയിട്ടുണ്ട്. വെറ്റൻ്റെ വാട്ടർ ചേഞ്ചിൻ്റെ വീഡിയോ ഇതിലിടുന്നതായിരിക്കും. ഏഞ്ചലിൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്ഡേഷൻസ് അടുത്ത വീഡിയോകളിൽ വരുന്നതായിരിക്കും. എന്തായാലും ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോസിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ടെയിലൊക്കെ മുളച്ച് തുടങ്ങി. അന്ന് കണ്ട ടെയിലെല്ലാം മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ജലദോഷമാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കുക. മൊയിന ടാങ്കിൽ മൊയിന ഈസ്റ്റ് വെച്ചെടുത്തിട്ട് മൊയിനൊന്നും പൊന്തി വന്നിട്ടില്ല. ഇത് എൻ്റെ മറ്റേ ടാങ്കിൽ കളക്ട് ചെയ്തതാണ്. ഈ ഓസ് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അതിലേക്ക് വെള്ളം നിറച്ച് കൊടുത്താൽ മതി. ഈ വാട്ടർ ലെവൽ ഇങ്ങനെ കൃത്യമായി വരുമ്പം അത് വെള്ളം ഓഫാക്കുക. എന്നിട്ട് ഒരു സൈഡ് അടച്ചു പിടിക്കുക. എന്നിട്ട് മറ്റേ സൈഡ് നമ്മൾ ക്ലീനാക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാലും ഈ സൈഡിൽ കൂടെ വെള്ളം വരുന്നതായിരിക്കും. അങ്ങനെ ഏകദേശം വേസ്റ്റൊക്കെ വലിച്ചാൽ നിങ്ങളിപ്പോൾ കാണുന്ന വേസ്റ്റിൽ ആൽഗയെ പിടിച്ചതാണ്. ഇനി ഞാൻ ശേഖരിച്ച് വെച്ച് മൊയിന അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് തോന്നെ മൊയിന ആഡ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് കൾച്ചർ ആവാൻ വേണ്ടിയിട്ടാണ്. മൊയിൻ്റെ അളവ് കൂടുമ്പോൾ കൾച്ചർ സ്പീഡ് പാത്രങ്ങളൊക്കെ ക്ഷാമത്തിലാണ്. ഇന്നത്തെ വലിയ പാത്രം ഉണ്ടായിരുന്നു, കാണാനില്ല. വളരെ കുറച്ച് മൊയിന ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ കുറച്ചും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഫെർമെൻറ്റേഷൻ മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത്. ആ കുപ്പിയിലുള്ളത് ഞാൻ എടുക്കുക വെച്ച് കൊടുക്കുന്നുള്ളൂ. ഫെർമെൻറ്റേഷൻ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. ഓരോന്നോരോന്നായി മൊയിന ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. മൊയിനൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം. എൻ്റെ അടുത്ത് ഇപ്പോൾ വേറെ ചെറിയ പാത്രങ്ങൾ നേരിട്ട് ഞാൻ വലിയ പാത്രങ്ങൾ ചെയ്യുന്നത്. ചെറിയ പാത്രങ്ങൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ മഴക്കാലത്ത്. അതാവുമ്പം കൾച്ചർ ക്രാഷ് ആവില്ല. വലിയ പാത്രങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും അടിയിൽ പോയി പതുങ്ങിയിരിക്കുകയാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ കോരി പിടിക്കാനും കഴിയില്ല. അങ്ങനെ മൊയിന ടാങ്കിൽ വെള്ളമെല്ലാം നിറച്ചിട്ടുണ്ട്. മൊയിന ടാങ്കിൽ സ്നെയിൽസിനിടുന്നത് നല്ലൊരു കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരെ മുട്ടിട്ട് പെരുകി. അതുകൊണ്ട് ഞാൻ സ്നെയിൽസിനെടുത്ത് ഒഴിവാക്കിയതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ എൻ്റെ മൊയിന ടാങ്ക്. ഇതിലിപ്പോൾ മൊയിനെ കോരി പിടിച്ചുകൊണ്ട് മൊയിനൊന്നും കാണാൻ തീരെ ഇല്ല. കാണാൻ കഴിയുന്നില്ല. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇപ്പോൾ ഇതിൽ കുറച്ച് സൈഡിൽ ഇത്തിരി കാണുന്നുള്ളൂ. പിന്നെ ഇതിൽ നല്ല കൂത്താലുണ്ട്. അതൊക്കെയാണ് തോന്നുന്നുണ്ട് ക്രാഷ് ആയത്. പക്ഷെ വെള്ളം എന്തായാലും നല്ല ക്ലിയർ ആണ്. നോക്കിയാൽ കാണാൻ കഴിയും. ഒരു കൂത്താടിന് എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് പ്രതീക്ഷിക്കുന്നു. കൂത്താടി ഇതിൽ നിറച്ചുണ്ട്. കണ്ണകലം കൂടി നെറ്റുണ്ടെങ്കിൽ കൂത്താടിനും മൊയിനും സെപ്പറേറ്റ് ചെയ്ത് പിടിച്ച് മാറ്റാൻ കഴിയുന്നതാണ്. അതിനാണ് ഞാൻ ഫയറിന് കൂത്താടിനെല്ലാം ഫീഡ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ബെറ്റ. അതിൻ്റെ ഡോർസൽ ഫിൻ നോക്കിയാൽ കാണാം. ഒരു സൈഡിൽ ട്രാൻസ്പെറൻ്റ് ആയി കാണുന്നത്. അത് ടെയിൽ വളർന്ന് വരുമ്പം അതിന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പിന്നെ കളർ വരികയാണ് ചെയ്യുക. ഇതാണ് ഞാൻ ഏഞ്ചൽ ട്രീറ്റ്മെൻറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ വാട്ടർ കണ്ടീഷൻ കുറച്ച് മോശമാണ്. മഴക്കാലത്ത് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ അസുഖങ്ങളൊക്കെ വരാൻ നല്ല സാധ്യത ഉണ്ട്. അതുകൊണ്ട് 3 ദിവസം കൂടുമ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ബദാമിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഇലകൾ ഇടാൻ ശ്രമിക്കുക. ഇതാണ് ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്യാൻ വയ്ക്കുന്ന കോയിൽ. നേരത്തെ ചെയ്ത മാതിരി തന്നെ 2 അറ്റവും കൂട്ടി പിടിച്ചിട്ട് പൈപ്പിനടുത്ത് കാണിച്ചാൽ മതി. വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സൈഡിൽ കൂടെ വെള്ളം പോയിക്കോളും. നമ്മൾ ആ ചണ്ടിയുള്ളിടത്ത് ഇങ്ങനെ നീക്കി കൊടുത്താൽ അതിൽക്കൂടെ ചണ്ടിയൊക്കെ പോയിക്കോളും. അങ്ങനെ അക്വാറിയത്തിലെ വെള്ളം എല്ലാം പകുതിയായിട്ടുണ്ട്. വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ സ്ട്രെസ്സൊക്കെ അടിക്കുമ്പം ടെയിലൊക്കെ
ചെറുതാണ് കാണാം. അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. കാരണം അത് ഡിസീസിൻ്റെ ലക്ഷണങ്ങളാണ് കാണിക്കുക. പിന്നെ ലൈഫ് ഫീഡ്സൊക്കെ 3 ദിവസത്തിലൊരിക്കലെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോഴും അവരെ വൈൽഡ് ഹാബിറ്റ് മിമിക് ചെയ്യും. അവർ കുറച്ച് സ്ട്രെസ് റിലീഫ് ആവും, ഇമ്മ്യൂണിറ്റി പവർ എല്ലാം കൂടും. പിന്നെ നല്ല ഫുഡ്സ് കൊടുക്കാൻ ശ്രമിക്കുക, നല്ല കമ്പനീൻ്റെ ഫുഡ്സ്. ഞാൻ ഇവിടെ ഗപ്പികൾക്ക് ഗപ്പി ഫുഡ്സ് പറഞ്ഞാൽ തായ്വാനിൻ്റെ കമ്പനീൻ്റെ ഫുഡാണ് കൊടുക്കുന്നത്. ബെറ്റയ്ക്ക് ഒപ്റ്റിമം എന്ന് പറഞ്ഞൊരു ഫുഡാണ് കൊടുക്കുന്നത്. നല്ല ഫുഡിനെ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ഫ്ലയർ ചെയ്യുമ്പോൾ ലുക്കൊന്ന് കാണിച്ചു തരാം. ടെയിലൊക്കെ നല്ലോണം വളർന്നു നിൽക്കണേ. ഞാൻ ഫിൻ റോട്ട് അടിച്ചപ്പോൾ മാറ്റിയപ്പോൾ തീരെ ടെയിലില്ല. ടെയിലൊക്കെ ഒട്ടി പണിയായിനി. മുകളിലത്തെ ഫിന്ന് മൊത്തം കട്ടായി പോയിനി. ഇപ്പോൾ ടെയിലെല്ലാം വളർന്നു വന്ന് സെറ്റായിട്ടുണ്ട്. ഇത് റോയൽ ബ്ലൂ ആണ്. അങ്ങനെ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി. ഫാമെല്ലാം അടിപൊളിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.